ഹൗ ടു ബിക്കം റിച്ച് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് ഗവൺമെൻറ് സബ്സിഡീസ് എന്ന ബാങ്കിങ് സൊല്യൂഷൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ദിനേശ്. ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തയായ ഇന്ത്യ. ഡിസംബർ 2019 ചൈനയിൽ നിന്നും പുറപ്പെട്ട കൊറോണ വൈറസ് ജനുവരി 2020 തന്നെ കേരളത്തിലൂടെ ഇന്ത്യയിലെത്തി ഇന്ന് സംഹാര താണ്ഡവമാടുകയാണ്. 135 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ രാജ്യത്ത് കോവിഡ് രോഗികൾ ധാരാളമുണ്ടെങ്കിലും മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ സഹോദരങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. വിദേശികൾ ഭാരതത്തെ അടിമപ്പെടുത്തി നമ്മുടെ സമ്പത്ത് മുഴുവൻ അവർ കവർന്നെടുത്തു. 1000 വർഷങ്ങളുടെ വിദേശ ഭരണത്തിൽ നിന്നും നാം മുക്തി നേടി. എന്നാലും കഴിഞ്ഞ 72 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും നാം പല കാര്യങ്ങളിലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായി ലോക സമസ്ത സുഖ്നോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന നാം ഭാരതീയർ നമ്മുടെ പുരാതന സംസ്കാരത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് തുടക്കമിടുന്നു. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം, ആത്മനിർഭർ ഭാരത് അഥവാ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തയായ ഇന്ത്യ. കോവിഡ് പ്രതിസന്ധികൾ നമ്മളെ കണ്ണീരിൽ ആഴ്ത്തിയപ്പോൾ മാർച്ച് മാസം മുതൽ നമ്മുടെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയ ആശ്വാസ പാക്കേജുകളെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. രാജ്യത്തെ കൊറോണ പ്രതിരോധത്തിനായി മാർച്ച് മാസം 27-ാം തീയതി പ്രധാനമന്ത്രി 1,70,70,000 കോടി രൂപയുടെ ഗരീബ് കല്യാൺ യോജന പാക്കേജ് ഉൾപ്പെടെ മെയ് മാസം 12-ന് 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന സഹായം പ്രഖ്യാപിച്ചു. ചെറുകിട വ്യാപാര മേഖലയ്ക്കും കർഷകർക്കും മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും മറ്റിടത്തരക്കാർക്കും തെരുവ് കച്ചവടക്കാർക്കും ഒക്കെ ഇവ പ്രയോജനം ചെയ്യും. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് 5 ദിവസങ്ങളിലായിട്ട് അവ വിവരിച്ചത്. ഒന്നാമതായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രഖ്യാപിച്ച കൺസെഷൻസ്, അത് 1,97,800 രൂപയാണ്. രണ്ടാമതായി റിസർവ് ബാങ്കിലൂടെ നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ, അത് 8,01,603 കോടി രൂപയാണ്. മൂന്നാമതായി ഇത് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വേണ്ടി നൽകിയത് 5,94,550 കോടി രൂപയാണ്. നാലാമതായി കർഷകർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും തെരുവ് കച്ചവടക്കാർക്കും മറ്റുമായി 3,10,000 കോടി രൂപ. അഞ്ചാമതായിട്ട് കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 1,50,000 കോടി രൂപ. ആറാമതായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന 48,100 രൂപ. അങ്ങനെ മൊത്തം ഏകദേശം 21 ലക്ഷം കോടി രൂപ. കൃത്യമായി പറഞ്ഞാൽ 20,97,053 കോടി രൂപയാണ് മൊത്തത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ കോവിഡിൻ്റെ ഉത്തേജന പാക്കേജ്. അതിലേറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്, പ്രധാനം അർഹിക്കുന്നത്, കുറച്ച് കൂടുതൽ ക്യാഷായിട്ട് നമ്മുടെ ആൾക്കാരുടെ വരുന്നത് 1,70,70,000 രൂപ കോടിയുടെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ്. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. കോവിഡിനെ ഭയക്കാതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്
50 ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസ് പരിരക്ഷ. 80 കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് 3 മാസത്തേക്ക് 5 കിലോ അരിയോ ഗോതമ്പോ കൂടാതെ 1 കിലോ പയറും സൗജന്യം. 20 കോടി വനിതാ ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് 500 രൂപ വീതം 3 മാസത്തേക്ക്. രാജ്യത്തെ 8 കോടി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 3 മാസത്തേക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടർ. തൊഴിലുറപ്പ് പദ്ധതി ദിവസക്കൂലി 182 രൂപയിൽ നിന്നും 202 രൂപയാക്കി. ഇതിന്റെ പ്രയോജനം കിട്ടുന്നത് 13.62 കോടി കുടുംബങ്ങൾക്കാണ്. അടുത്തത് 3 കോടി പാവപ്പെട്ട മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും വികലാംഗർക്കും 1000 രൂപ വീതം 3 മാസത്തേക്ക്. പ്രധാനമന്ത്രി കിസാൻ യോജന പ്രകാരം 8.7 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ 2000 രൂപ വീതം സഹായം. അതിന്റെ പ്രയോജനം കിട്ടുന്നത് 8.7 കോടി കർഷകർക്കാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. വനിതകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽക്കൂട്ടം. അയൽക്കൂട്ടത്തിന് ഇത്ര നാളും ഈടില്ലാത്ത വായ്പ കൊടുത്തിരുന്നത് 10 ലക്ഷം രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അത് 10 ലക്ഷം രൂപയിൽ നിന്നും ഇരട്ടിയാക്കി 20 ലക്ഷം രൂപയാക്കി. ഈ 20 ലക്ഷം രൂപ അയൽക്കൂട്ടത്തിലെ നമ്മളുടെ സഹോദരിമാർക്ക് ലോൺ കിട്ടുന്നതാണ്. ഇതിൻ്റെ നേട്ടം കിട്ടുന്നത് 6.85 കോടി വീട്ടുകാർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. അടുത്തത് ഇൻകം ടാക്സ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ചില റീഫണ്ടുകൾ കിട്ടാനുണ്ട്. റീഫണ്ടുകൾ കിട്ടാനായിട്ട് കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ഇൻകം ടാക്സ് റീഫണ്ട് ക്ലെയിമുകളും ഉടൻ തന്നെ നൽകുന്നതാണ്. അവർക്ക് റീഫണ്ടിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതാണ്. അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെതാണെങ്കിൽ പോലും റിസർവ് ബാങ്ക് മുഖാന്തരം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്ന് കിട്ടാം. ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം, അതിന് കണക്കുണ്ട്, അതിൻ്റെ ഇത്ര ശതമാനം രൂപ നമ്മൾ ക്യാഷായിട്ടും അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ചെസ്റ്റിലായിട്ട് നമ്മളത് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കണം. സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഒത്തിരി തുകകളുണ്ട്. അതിനകത്ത് ക്യാഷായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അത് നേരത്തെ 4% ഇപ്പം അത് 3% അപ്പം അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ബാങ്കുകൾ 4% അവരുടെ ഡിപ്പോസിറ്റിൻ്റെ ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെ 4% ക്യാഷായിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടി വരുന്നതെങ്കിൽ ഇപ്പം വെറും 3% സൂക്ഷിച്ചാൽ മതി. അപ്പം ബാങ്കുകൾക്കുള്ള നേട്ടം, എല്ലാ ബാങ്കുകൾക്കും കൂടെ കൂടിയിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് 1,37,000 കോടി രൂപയുടെ നേട്ടം. ഈ നേട്ടം എന്ന് പറയുന്നത് ഇത്രയും ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനുള്ള തുകയാണ്. അപ്പം ലോൺ കൊടുക്കാൻ അഡീഷണൽ ആയിട്ട് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്ന തുക 1,37,000 കോടി രൂപ. അടുത്തത് പറയുന്നതും MSF റേറ്റ്. ഇതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ പോലെ തന്നെയാണ് MSF റേറ്റ് പറയുന്നതും. ആ റേറ്റും നമ്മൾ ടെക്നിക്കലാണ്, കൂടുതൽ ഇതിലേക്ക് നമ്മൾ ഇപ്പോഴും ദീർഘിപ്പിക്കുന്നില്ല. അതിൽ കൂടെയും ഇതുപോലെ തന്നെ CRR പോലെ തന്നെ ബാങ്കുകൾക്കുണ്ടാകുന്ന നേട്ടം, അവരുടെ ഫണ്ട് കൂടി വരുന്നത് 1,37,000 കോടി രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നതും ഇത് TLTRO, ഇത് പറഞ്ഞാൽ ടാർഗറ്റഡ് ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻസ്. ഇതും CRR പോലെ തന്നെ ഉള്ളതാണ്. അത് മുഖാന്തരം ബാങ്കുകൾക്ക് കിട്ടുന്ന നേട്ടം 1,50,000 കോടി രൂപയാണ്. അടുത്തത് കിട്ടുന്നത് സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി SLF. അത് മുഖാന്തരം ബാങ്കുകൾക്കുള്ള നേട്ടം 50,000 കോടി രൂപയാണ്. അടുത്തത് സ്പെഷ്യൽ റീഫിനാൻസ് ഫെസിലിറ്റി. നബാർഡിനും സിഡിബിക്കും NHBക്കും ഒക്കെ
റീഫിനാൻസിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ് 50,000 കോടി രൂപ. ഇത്രയും തുകകൾ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് എപ്പോഴും റിസർവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ്. പിന്നെ ഉള്ളത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നടന്നിട്ട് മൊറട്ടോറിയമാണ്. 3 മാസത്തേക്ക് നമുക്കൊരു മൊറട്ടോറിയം അലൗ ചെയ്തു. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. എക്സ്റ്റെൻഡ് ഇനിയും ചെയ്യാനുള്ള വരും. അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകളുടെ ഇൻസ്റ്റാൾമെൻറ്റുകളും നമ്മുടെ CC വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിരിക്കുന്ന CC ഓടി ഉള്ളതിൻ്റെ ഇൻട്രസ്റ്റും നമുക്ക് അടയ്ക്കുവാനുള്ള ഒരു സാവകാശം എടുത്തു പറയുന്നു. ഒരു സാവകാശം ഗവൺമെൻറ് തന്നിരിക്കുന്നു. അതാണ് അടുത്ത ആനുകൂല്യം കിട്ടിയത്. പിന്നെ മൂന്നാമതായിട്ട് നമുക്കുള്ളത് MSME. വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ചെറുകിട വ്യവസായം. ചെറുകിട വ്യവസായത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏകദേശം ഒരു 3-3.5 ലക്ഷം കോടിയോളമാണ് ഇതിൻ്റെ MSMEക്ക് മാത്രമായിട്ടുള്ള ആനുകൂല്യം. ഇതിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയണം, എന്നാലേ ഉള്ളൂ. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ കവർ ചെയ്താൽ അത്രയും എനിക്ക് കവർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് MSMEക്ക് മാത്രമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. മൊത്തം MSME കൂടെ ഉള്ളതിന് നമുക്ക് കിട്ടുന്നത് 5,94,550 കോടി രൂപയാണ്. അടുത്തത് നാലാമതായിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. 2-ാം ദിവസം നമ്മൾ ധനകാര്യമന്ത്രി ചെയ്ത അനൗൺസ്മെൻറ്റ് നാലാമതായിട്ടുള്ളത്. റേഷൻ കാർഡ് ഇല്ലാത്ത 8 കോടി കുടിയേറ്റ തൊഴിലാളികൾക്ക് മെയ്-ജൂൺ മാസത്തിൽ 5 കിലോ ഗോതമ്പും 1 കിലോ പരിപ്പും സൗജന്യമായി നൽകുന്നതിന് 3,500 കോടി രൂപ. ₹50,000 താഴെയുള്ള ശിശു മുദ്രാ വായ്പകൾ. മുദ്രാ വായ്പ ലോണുകളെ പറ്റി എല്ലാവർക്കും അറിയാം. ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും കുറച്ചൊക്കെ അറിയാൻ പറ്റും. അതിന് ₹50,000 താഴെയുള്ള ലോണുകളെ വിളിക്കുന്നത് ശിശു ലോണുകൾ എന്നാണ്, ശിശു മുദ്രാ വായ്പകൾ എന്നാണ്. അതിന് 2% പലിശ ഇളവ് കൊടുക്കുന്നു. ലോൺ എടുത്ത ഏകദേശം 3 കോടി വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും. ഇതിൻ്റെ പ്രയോജനം 1,500 കോടി രൂപയാണ്. 50 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക് 5,000 കോടിയുടെ ധനസഹായം. 50 ലക്ഷം തെരുവ് കച്ചവടക്കാർക്ക്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഇവരുടെ ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും നമ്മൾ കൊടുക്കാത്തതാണ്. ഇവർ തെരുവുകളിൽ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിന് ധനസഹായങ്ങൾ. എന്നാൽ ഇന്ന് 10,000 രൂപ വരെയുള്ള ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതിനുവേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് 5,000 കോടി രൂപയാണ്. ഹൗസിംഗ് 2022 എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ ഭവന വായ്പാ കാലാവധി നീട്ടിവച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനമുണ്ടാവും. കൂടാതെ നിർമ്മാണ മേഖലയിൽ സിമൻറ്റ്, കമ്പി എന്നിവയുടെ കച്ചവടം വർദ്ധിക്കും. കൂടാതെ തൊഴിൽ, ലേബർ വളരെയധികം വർദ്ധിക്കും. ഇതിനെല്ലാം കൂടെ കൂട്ടിവച്ചിരിക്കുന്നത് വലിയൊരു തുകയാണ്, 70,000 കോടി രൂപ. അടുത്തത് ചെറുകിട കർഷകർക്ക് 30,000 രൂപയുടെ അധിക സഹായം. കർഷകർക്ക് പ്രത്യേക വേറെ സഹായങ്ങളുണ്ട്. അതുകൂടാതെ അഡീഷണൽ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത് നബാർഡ് വഴി കൊടുക്കുന്നത്, അതിന് 30,000 കോടി രൂപ. കർഷകർക്കുള്ള അടുത്തതാണ് അഡീഷണൽ ക്രെഡിറ്റ് ത്രൂ KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ 2 ലക്ഷം കോടി രൂപ. ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് കർഷകർക്കും മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകൾ വർക്കുന്നവർക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇത് മൊത്തം നമ്മൾ കാണുന്നു 3,10,000 കോടിയുടെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് 3-ാം ദിവസം നമ്മൾ പ്രഖ്യാപിച്ച 5-ാമത്തെ ആനുകൂല്യമാണ്. അതിൽ ആരോഗ്യദായക പോഷക ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്ക് വേണ്ടി
ഉള്ള ധനസഹായമാണ് 10,000 കോടി രൂപ. രണ്ടാമതായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് 20,000 കോടി രൂപയുടെ ധനസഹായം. മൂന്നാമത് ടോപ്പ് ടു ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ, ഒനിയൻ, പൊട്ടറ്റോ. ഇതാണ് ഓപ്പറേഷൻ ഗ്രീൻസിൻ്റെ കീഴിൽ വരുന്നത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സംഭരണത്തിന് 500 കോടി രൂപ. കാരണം ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ പെട്ടെന്ന് മോശമായി പോകുന്നതാണ്. അതൊക്കെ നല്ല കോൾഡ് സ്റ്റോറേജുകൾ പോലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് സംഭരണത്തിന് വേണ്ടിയിട്ടാണ് 500 കോടി രൂപ ആണ് അനുവദിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞാൽ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 1,00,000 കോടി രൂപയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് മൃഗ സംരക്ഷണ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 15,000 കോടി. മൃഗസംരക്ഷണ അടിസ്ഥാന വികസന സൗകര്യത്തിന്. ഹെർബൽ കൾട്ടിവേഷൻ ഔഷധ കൃഷി വികസനത്തിനാണ് 4,000 കോടി രൂപ. അടുത്തത് ബീ കീപ്പിംഗ് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് 500 കോടി രൂപയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മൊത്തം വന്നിരിക്കുന്നത് 1,50,000 കോടി രൂപയാണ് ഈ അനൗൺസ്മെൻറ്റിലൂടെ വന്നിരിക്കുന്നത്. 5ാമത്തെ അനൗൺസ്മെൻറ്റ്. 6ാമത്തെ അനൗൺസ്മെൻറ്റ് 3-ാം ദിവസത്തിൽ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4ഉം 5ഉം ചെയ്തിരിക്കുന്നത് ഒന്ന് നോക്കാം. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ജസ്റ്റിഫയബിൾ ആണ്, പക്ഷേ അതേ സമയത്ത് അത് ഫിനാൻഷ്യലി വയബിൾ അല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ. എക്കണോമിക്കലി ജസ്റ്റിഫയബിൾ ആണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ നീഡിന് നമുക്കത് വേണമാണ്, ഫിനാൻഷ്യലി വയബിൾ അല്ല. അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ഉള്ള ധനസഹായമാണ് 8,100 കോടി രൂപ. അടുത്തത് അഡീഷണൽ MGNREGS അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വദേശത്തേക്ക് മടങ്ങുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ അവരുടെ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലുറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് 40,000 കോടി രൂപ. ഇത് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ടുള്ളതല്ല, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നൽകിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ഇത് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് അന്യ ദേശത്ത് വർക്ക് ചെയ്തവർ അവരുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്നവർ അവരുടെ വീട്ടിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് 40,000 കോടി രൂപ. അതിവിടെ വരുന്ന കഴിയുമ്പോൾ 48,000 കോടി രൂപ. അപ്പം അങ്ങനെ മൊത്തം 20,97,053 കോടി രൂപയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേഷൻ മൊത്തത്തിൽ നമ്മൾ ഈ കോവിഡിനെ നമ്മൾ പ്രതിരോധിക്കാൻ നമ്മളുടെ ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പാക്കേജ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ പദ്ധതികളുടെ എല്ലാം ഫണ്ടുകൾ വിപണിയിലെത്തിയാൽ വാണിജ്യ വ്യവസായ മേഖലകളിൽ ഒരു ഉണർവുണ്ടാകും. അതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലൂടെ ഇന്നത്തെ ഈ മോശപ്പെട്ട ദിനങ്ങൾ മാറി സ്വയം പര്യാപ്തമായ ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് നമുക്ക് ശക്തി പകരാം. ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡ് മുമ്പേ പറഞ്ഞ പോലെ MSME ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചറിങ്ങും സർവീസ് യൂണിറ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഏകദേശം 3,50,000 കോടിയുടെ ധനസഹായമാണ് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ധനമന്ത്രിയും നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ഈ ബാങ്കുകളിൽ നിന്ന് നമുക്ക് ആനുകൂല്യങ്ങളോ സബ്സിഡികളോ മറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൺസെഷനോ ഒന്നും കിട്ടില്ല. ഈ കൺസെഷൻ എല്ലാം തരേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് തരേണ്ടത്. അങ്ങനെ MSME യൂണിറ്റിലേക്ക് ചെറുകിട വ്യവസായത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3,50,000 കോടി രൂപ നമുക്ക്
അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.